ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ലോഡഡ് ഫ്രൈസ് ആണ്. നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണ ഈ ഒരു ഡിഷ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 300 ഗ്രാം ചിക്കനാട്ടോ എടുത്തത്. ഇത് ചെറുതാക്കി ഇങ്ങനെ കട്ടാക്കി ക്യൂബ് പോലെ കട്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചെറിയൊരു മാരിനേഷൻ ചെയ്ത് വെക്കണം കേട്ടോ. അതിനായിട്ട് ഞാനവിടെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒറിഗാനോ കേട്ടോ ചേർക്കണം. ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ. 10 മിനിറ്റൊക്കെ മതിയാവും. കാരണം നമ്മൾ ചിക്കൻ ചെറുതാക്കി ക്യൂബാക്കി കട്ടാക്കിക്കൊണ്ട് തന്നെ മസാല നന്നായിട്ട് പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു 10 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ടൊരു ക്രീമി സോസ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് മൈദ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മൈദ കുക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. മൈദ കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക. മൈദയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കി വരും കേട്ടോ. അതിന് ശേഷം മാത്രമേ പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മൈദയുടെ ആ ഒരു പച്ചച്ചോവ ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം തന്നെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കഴിവതും മിക്സ് ആക്കുമ്പോൾ വിസ്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്നാലേ ആ ഒരു കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മൈദ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലോട്ട് പാല് ചേർത്ത് കൊടുക്കും. 1 കപ്പ് പാലായിട്ടാണ് ചേർക്കുന്നത്. പാല് ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നാലേ മൈദ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടഞ്ഞ് ഇങ്ങനെ ക്രീമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം ഇങ്ങനെ മിക്സ് ആയി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പാല് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങും കേട്ടോ. നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കാനും അതുപോലെ തന്നെ കട്ട കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് മസാല പൗഡർ എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാനിതാ മസാല പൗഡർ ചേർക്കണം. പെപ്പർ പൗഡർ കേട്ടോ ഫസ്റ്റ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കുരുമുളക് പൊടി. അതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അവിടെ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിന്റെ താഴെ. ഇത് ഓപ്ഷനിലാണ്. ഒഴിക്കാനും ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ ടൈമിലെല്ലാം തന്നെ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ ഒരു തിക്നെസ്സിൽ കിട്ടില്ല കേട്ടോ. ഭയങ്കര തിക്കായിട്ട് പോവും. നമ്മുടെ ഈ ഒരു ക്രീമിന്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിനു ശേഷം ഞാൻ അതിലോട്ട് ചീസ് ചേർത്ത് കൊടുക്കുന്നത്. 2 ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ചീസ് എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. ഞാനിവിടെ ചീസ് സ്ലൈസും ചേർക്കുന്ന അതുപോലെ തന്നെ മോസറല്ല ചീസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മോസറല്ല ചീസ് ചെറുതാക്കി കട്ടാക്കി ഇങ്ങനെ ക്യൂബാക്കിയതും അതുപോലെ 2 ചീസ് സ്ലൈസും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എനിക്ക് എത്രയാണോ ചീസിന്റെ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. എത്ര ചീസ് ചേർത്താലും ഇതിലിങ്ങനെ ഒന്ന് കിടന്ന് ചൂടാവുമ്പോൾ അതൊന്ന് മെൽറ്റ് ആവും കേട്ടോ. പിന്നെ ചീസ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും ഉണ്ടാവും. ആ ഒരു നല്ല ഒരു ചീസിന്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ക്രീം. ഇത്രയും ചീസെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രീമി സോസും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു റിച്ച് ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ ഈ ഒരു ലോഡഡ് ഫ്രൈസിന് ഉണ്ടാവുക. അപ്പോൾ ഇത് ഈ ഒരു ക്രീം ഇങ്ങനെ തിക്കായിട്ട് വന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ മാരിനേറ്റ് ചെയ്ത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അധികം ഓയിലൊന്നും ഒഴിക്കണ്ട. ചെറുതാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കുറച്ച് ടൈമിൽ ഇങ്ങനെ മൂടി വെക്കുമ്പോൾ തന്നെ അത് റെഡിയായി കിട്ടും. കാരണം ചെറുതാക്കി കട്ടായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അത് ഒന്നൊന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുക. പിന്നെ ആ ഒരു ഫ്രൈ ആക്കി ചട്ടിയിൽ തന്നെ ആ ഒരു എണ്ണയിലൂടെ തന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ടോ ഉപയോഗിച്ചത്. ആ എണ്ണയിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ യൂസ് ആക്കുന്ന റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 3 വലിയ പൊട്ടറ്റോ ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ആ ഒരു അളവിൽ മതി. പിന്നെ ഞാൻ ഈ ഓയിലിൽ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ലോഡഡ് ഫ്രൈസ് ആ ഒരു കണക്കിന് എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക.
ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ചിക്കനും ഒക്കെയാണ് ഈ ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിൽ പല രീതിയിലും ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കും. ഈ ചീസ് സോസ് ഉപയോഗിച്ചിട്ടും അല്ലാതെയൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കാം. പല വെറൈറ്റിയിൽ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഇത് വീട്ടിൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടൊന്നേ ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഈ റെഡിമെയ്ഡാക്കി കൊണ്ടുവരുന്നതിൽ ഉപ്പ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഞാനിതിവിടെ മയണൈസ് വേണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു മയണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും അതിൽ കെച്ചപ്പ് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. എനിക്ക് കെച്ചപ്പ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇവിടെ കെച്ചപ്പ് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഇതിൽ കുറച്ച് മിക്സ് ആക്കിയിട്ടാട്ടോ എടുക്കുന്നത്, സെപ്പറേറ്റ് ചേർക്കണില്ല. അപ്പോൾ ഇതും കൂടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ലോഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പാൻ എടുക്കുക. നിങ്ങൾ എത്ര അളവിനാണ് വേണ്ടത് അങ്ങനെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെ എണ്ണത്തിനനുസരിച്ചൊക്കെ എടുക്കാം. പാൻ്റെ വലിപ്പമൊക്കെ ഒരു ഗ്ലാസ് ബൗൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. എൻ്റെ അടുത്ത് ഇങ്ങനെ പരന്നൊരു ബൗൾ ഇല്ലാത്ത കാരണം കേട്ടോ ഞാൻ ഈ ഒരു പാൻ എടുത്തത്. പിന്നെ എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് വേണമെങ്കിൽ 2 ലെയർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒറ്റ ലെയർ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഫ്രൈ ആക്കി എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇവിടെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ചെറുതായിട്ട് ഇങ്ങനെ ഇടയിൽ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ ഈ ഉള്ളിയും തക്കാളിയൊന്നും അധികം നമ്മൾ ഇതിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പാസ്ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത്. പിന്നെ അതെല്ലാം ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് മയണൈസ് ഇതില്ലേ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല അതും കൂടെ ഇട്ട് കൊടുക്കുക. അത് ഇങ്ങനെ കുറച്ചായിട്ട് എനിക്ക് എത്രയാണോ മയണൈസ് വേണ്ട നിങ്ങളെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ഇത് സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. പിന്നെ ഇതെല്ലാം മയണൈസ് എല്ലാം ചേർത്ത് അതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ഒരു നല്ല റിച്ച് ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ക്രീമി സോസ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതും നിങ്ങൾ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ചെറുതായിട്ട് ഞാനൊന്ന് കാശ്മീരി ചില്ലി ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ എന്നിട്ട് ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്ത് കേട്ടോ. അത് തീർച്ചയായും ഓപ്ഷനിലാണ് ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വീട്ടിലുള്ള ചേരുവ വെച്ചിനെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ നിന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.